പറയുന്നത് മുസ്ലിം പെണ്ണുങ്ങളെ കാര്യം ഞാൻ പറയുന്നത്. ഈ മുസ്ലിം പെൺകുട്ടികൾ ഏതെല്ലാം കോലത്തില് ബാല്യക്കാറ്റ് കുട്ടികളെ കാര്യമെന്ന് ഞാൻ പറയുന്നത്. ബാല്യക്കാറ്റ് കുട്ടികൾ ഏതെല്ലാം കോലത്തിൽ നിയാസ് ഉസ്താദെ തുള്ളുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമുകൾ ഉപയോഗിക്കുന്ന ആളല്ലേ ഉസ്താദ്? എല്ലാ മാധ്യമങ്ങളും ഉപയോഗിക്കുന്ന ആളല്ലേ ഉസ്താദ്? അല്ലേ ഉസ്താദ്? അപ്പൊ ഈ ബാല്യക്കാറ്റുകൾ തുള്ളിക്കളിക്കുന്ന വീഡിയോസ് നിങ്ങൾ ചെന്ന് നോക്കൂ ഉസ്താദെ. ഉസ്താദെ, ഇതാരും നിങ്ങൾ കണ്ടിട്ടൊന്നല്ല, നിങ്ങളെ വാട്സപ്പിലേക്ക് നിങ്ങളെ സൈന്യക്കാർ ഇട്ട് തരുന്നതാണ്. ഈ സൈന്യക്കാർ എന്തിനാ ഇട്ട് തരുന്നത് നിങ്ങൾ അറിയാം ഉസ്താദെ? നിങ്ങളെ പറ്റിക്കുന്നതെന്നേ സൈന്യക്കാർ, നിങ്ങളെ പറ്റിക്കുന്നതെന്നേ നിയാസ് ഉസ്താദ് എല്ലാ ഉസ്താദിനോടും നിങ്ങളെ പറ്റിക്കുന്ന എന്താന്നാ, അവർക്ക് ഞാള് കുറച്ച് പ്രായമുള്ളത് കൊണ്ട് ഞങ്ങൾ തുള്ളുമ്പോൾ അതിനൊരു സുഖം കാണുന്നില്ല. മാത്രമല്ല, ഞങ്ങൾ ശരീരത്തിൽ എവിടെയും ഉന്തി നിൽക്കുന്നതോ മാച്ചു നിൽക്കുന്നതോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ അത്രയും ഞങ്ങളെ സുരക്ഷിതമാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ തുള്ളുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഉസ്താദെ? അപ്പം പല ടൈറ്റായ ജീൻസ്, ടൈറ്റായ ടീഷർട്ട്, ടൈറ്റായ പാൻറ്, ഈ ടൈറ്റായ ടീഷർട്ടിൽ തനക്ക് ഉസ്താദെ മറ്റുള്ളവരോട് പറയും പോലെ ഉസ്താദിനോട് പറയാൻ പറ്റൂല ആ വേർഡുകൾ. അതുകൊണ്ടാണ് ഞാൻ ടൈറ്റായ ഇട്ട് കഴിഞ്ഞാൽ ഉസ്താദിന് അറിയാലോ. ഇങ്ങനത്തെ വേഷം ഇട്ട് ബാല്യക്കാർത്തികൾ തുള്ളുന്നത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഉസ്താദെ നിങ്ങൾ കാണുന്നില്ല. അതിൻ്റെ താഴെ പോയിട്ട് നിങ്ങളോട് സാബിത്താനെ കൊണ്ട് പറ, തള്ളച്ചിനെ കൊണ്ട് പറ എന്ന് പറയുന്ന ആൾക്കാർ ആ ബാല്യക്കാർത്തികൾ തുള്ളുന്ന തുള്ളിക്കളിൻ്റെ താഴെ പോയിട്ടുള്ള കമൻറ്റ് ഉസ്താദെ നിങ്ങൾ കാണുന്നുണ്ടോ? കമൻറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ ഉസ്താദെ? ആഹാ, എന്തൊരു സൂപ്പറാണ്, നാളെയും തുള്ളണം, ഐ ലവ് യു, ആടെ കുലുക്ക് ഇവിടെ കുലുക്ക്. മുസ്ലിങ്ങൾ തുള്ളും തന്നെ, മുസ്ലിങ്ങൾ ഇങ്ങളെ സൈന്യക്കാർ പോയിട്ട് അവർക്ക് കമന്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എനിക്ക് ഈ സ്ത്രീയോട് ആ സ്ത്രീയുടെ ഒരു പ്രായം കണ്ട് ബഹുമാനം തോന്നുന്നുണ്ടെങ്കിലും ഈ സ്ത്രീ ചെയ്യുന്നതായിരിക്കുന്ന ഈ കാര്യം എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞതായിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത്തരം കാര്യങ്ങളെ അടക്കിയിരുത്താൻ ഇവർക്ക് ഒരു രീതിയിലുള്ള അവകാശവും ഇല്ലാത്തത് കൊണ്ടാണ് ആർക്ക്, ഈ പണ്ഡിത വേഷധാരികൾക്ക് ഇത് പാടില്ല എന്ന് പറയാൻ ഒരൊറ്റ അക്ഷരം പോലും സംസാരിക്കാൻ ഇവർക്ക് സാധ്യമാണോ? ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഇവർ ചെയ്യുന്ന വീഡിയോകൾ, ഇവർ പോകുന്നിടത്തേക്കെല്ലാം ഈ കുന്തത്തിനെടുത്തും കൊണ്ട് ഈ മൊബൈലും അതുപോലെ ക്യാമറകളും പിന്നെ പള്ളിൻ്റെ അകത്ത് തന്നെ ക്യാമറ ഫിറ്റിങ്ങും ഇതെല്ലാം നമസ്കാരത്തിനും ദിക്റിനും തസ്ബീഹിനും എല്ലാം വെറ്റും കൊണ്ട് ജീവിക്കുന്ന ഇവർക്ക് ഇത്തരം സ്ത്രീകളെ അടക്കിയിരുത്താനോ ഇസ്ലാമിൻ്റെ വിധി പറയാനോ സാധ്യമാണോ? ഇസ്ലാമിൻ്റെ വിധി പറഞ്ഞാൽ ഈ സ്ത്രീ നേരെ വരുന്നത് വീഡിയോയിലാണ് ഉസ്താദിന് നല്ല രീതിയിൽ തെറി പറയാൻ. കാരണം ഏതെങ്കിലും ഒരു പീര മുസ്ലിയാർ പറഞ്ഞത് കൊണ്ടോ ഇതൊന്നും ആയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പണ്ഡിത നേതൃത്വം, ഗ്രാൻഡ് മുഫ്തി, അതുപോലെ ഉലമാകൾ, ഖമറുൽ ഉലമയോ ഷംസുൽ ഉലമയോ നൂറുൽ ഉലമ, എത്ര ഉലമകളാണ്? ഇവരാണല്ലോ പറയേണ്ടത്. ഏതെങ്കിലും ചെറിയൊരു മുസ്ലിയാർ കുട്ടി പറഞ്ഞത് കൊണ്ടും ഇതൊന്നും നടക്കയില്ല. പറഞ്ഞാൽ അതിനെതിരെ ഈ സ്ത്രീ പറയുന്നു. എന്തുകൊണ്ട്? ഇവർക്ക് ഒരു കാലത്തും പറയാൻ സാധ്യമല്ല. ഇവർ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഇവർ ആ വീഡിയോയിലും അതുപോലെ ഇവർ മൊബൈൽ യൂസ് ചെയ്യുന്ന രീതിയും നോക്കിയാൽ ഇവരെ കൊണ്ട് ഒരു അക്ഷരം സംസാരിക്കാൻ ഇവർക്ക് ഭയമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് ഭയം ഇട്ട് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത്, ഈ ഉമ്മയോട് പറയാനുള്ളത്, ഇത്തരം കാര്യം സമ്പാദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനേക്കാൾ നല്ല കാര്യവുമുണ്ട്, വേണം പറഞ്ഞു തരട്ടെ. കാരണം നിങ്ങൾ ചെയ്യുന്നത് ഈ വരുമാനത്തിന് വേണ്ടി ഇത്ര കോപ്രായങ്ങൾ കാട്ടി, ഇത്ര ഡാൻസുകൾ ചെയ്ത്, ഇത്ര നീചമായ ഇത്രക്കുള്ള ചെറിയ കുട്ടികൾ പോലും എന്താണ് കരുതുന്നത്? എന്താണ് നിങ്ങൾ മെസ്സേജ് കൊടുക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം 10 പേർക്കാണെങ്കിലും നല്ല മെസ്സേജ് ആയിരിക്കണം. ഒരുപാട് എതിർക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിരിക്കണം. നമ്മുടെ വീഡിയോ തന്നെ ഒരുപാട് ആൾക്കാർ എതിർക്കുന്നതാണ്. കാരണം അവരെല്ലാം അതിൽ മുങ്ങി കുളിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് പറയുമ്പോൾ വേദന ഉണ്ടാകും, പ്രതികരിക്കുന്നില്ല. എങ്കിലും കുറച്ച് പേരിനാണെങ്കിലും അത് പാഠമാകാൻ വേണ്ടിയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തത് കൊണ്ട് ഉപകാരമുണ്ടായിട്ടുണ്ട്. 2 or 3 പെണ്ണ് കെട്ടുന്നത് നിർത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളെ അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും അതുപോലെ നിർത്തിയിട്ടുണ്ടെന്ന് പറയാം. ഒരുപാട് കേസുകളാണ് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തു വന്നാൽ ഇവർക്ക് നല്ല ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കുന്നതാണ്. അവർക്കിനി പറയുന്ന ഇനിയാണെങ്കിലും തൗബ ചെയ്തുകൊണ്ട് മടങ്ങി ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തു വന്ന്
ഇതിന് ഈ മീഡിയയിൽ തന്നെ ഉപയോഗിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയാൻ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്കും വിലയുണ്ട്. ഇല്ല എന്ന് കരുതണ്ട. ഒരു കാലത്തും അള്ളാഹുവിൻ്റെ ആ തൗബ എന്നുള്ള മാർഗമുണ്ടല്ലോ, അത് അടഞ്ഞിട്ടില്ല. ഇനിയും തൗബ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇതിൻ്റെതായിരിക്കുന്നു. വരുമാനത്തിന് വേണ്ടി ഞാൻ തുള്ളുകയോ ഏതെങ്കിലും ലോഡ്ജ് കയറുമ്പോൾ ഒരു വീഡിയോ ചെയ്യുകയോ അതല്ലെങ്കിൽ എവിടെ നിന്ന് വന്നിട്ട് ഇറങ്ങുമ്പോൾ ഒരു വീഡിയോ ചെയ്യുകയോ വരുമ്പോൾ മജ്‌ലിസിന് പോകുമ്പോൾ വീഡിയോ ചെയ്യുകയോ അതൊന്നും ആവശ്യമില്ല. പിന്നെ എന്താണ്? അവിടുത്തെ ദുആ അത് പകർത്തിക്കോളൂ. അവിടെ ചെയ്തതായിരിക്കും. നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അത് പകർത്തിക്കോളും. ഉള്ളതും ഇല്ലാത്തതും എല്ലാം അതിൻ്റെ അകത്ത് ലോഡ് ചെയ്ത് വരുമാനം വരുന്നു എന്ന് പറഞ്ഞ് ഓരോ നിമിഷത്തിനും വരുമാനം വരുന്നു. ആ വരുമാനം മാത്രം കൊതിച്ച് നിങ്ങൾ ഇസ്ലാമിനെ നഷ്ടപ്പെടുത്തി ഇസ്ലാമിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിയാക്കന്മാരെ. ഇതുകൊണ്ടാണ് ഇത്ര സ്ത്രീകൾ ഈ രീതിയിലുള്ളതായിരിക്കുന്ന ഡാൻസുകളും ഈ രീതിയിലുള്ള അവസ്ഥയും. ആ സ്ത്രീയുടെ ഒരു പ്രായം നോക്കൂ. നീ ആ സ്ത്രീയുടെ പ്രായം നോക്കൂ. എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? നീ ഏത് രീതിയിലാണ് പറയുന്നത്? ഈ വീഡിയോയിൽ ആ സ്ത്രീക്കെതിരെ പറഞ്ഞാൽ മറ്റേ വീഡിയോയിൽ നിന്റെ കോപ്രായങ്ങൾ അവിടെ കാണുന്നില്ലേ? നിന്റെ കോപ്രായങ്ങൾ അവിടെ കാണുന്നില്ലേ? നീ ചെയ്യുന്നത് കാണുന്നില്ലേ? വെറും വ്യൂസ് വരാൻ വേണ്ടി നീ ചെയ്യുന്ന റീലുകൾ കാണുന്നില്ലേ? അതാണ് ചിന്തിക്കാൻ പറയുന്നത്. ചിന്തിച്ച് പ്രവർത്തിച്ചോളൂ. നമുക്കൊന്നും അറിയുന്നില്ല എങ്കിലും നിങ്ങൾ കണ്ടതിനെ, നിങ്ങൾ ചെയ്യുന്നതിനെ, അതിനെ ഒരുപാട് കാണിച്ച് നമുക്ക് മതിയായി. കാണിക്കേണ്ട ആവശ്യമില്ല. നീ തന്നെ ഓരോരുത്തരും നിന്നെ ഇത് ആരെയാണ് പറഞ്ഞത് എന്ന് നിന്റെ മൊബൈൽ തന്നെ നീ സെർച്ച് ചെയ്ത് നോക്കൂ. അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ജീവിക്കാൻ, നല്ല ചിന്തയോട് ജീവിക്കാൻ, അതുപോലെ നിങ്ങൾ ഫ്രീയായി നിങ്ങൾ പഠിച്ച് ഫ്രീയായി വളർന്ന് നല്ല രീതിയിലുള്ള പഠിത്തം, നല്ല രീതിയിലുള്ള ഡ്രസ്സ്, നല്ല രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സുഖവും നിങ്ങൾ അനുഭവിച്ച് നിങ്ങൾ ദീനിനെ പറയാതെ നിങ്ങൾ ഉള്ളതായിരിക്കുന്ന ഉത്സവത്തിൽ പോയി അവിടെ എല്ലാ സഹകരണം ചെയ്ത് ഇതുപോലെ നടന്നാലും ഇവിടെ നന്മയും തിന്മയും പറയാൻ ആളില്ലാതായി പോയാൽ നിങ്ങളുടെ കഷ്ടം തന്നെ നിങ്ങളുടെ ജീവിതം. അതുപോലെ ജീവിതം കഷ്ടമാവില്ല, പരലോക ജീവിതം നിനക്ക് കഷ്ടം തന്നെയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.